ഹായ് ഫ്രണ്ട്സ്, 6ാം ക്ലാസ്സിലെ ന്യൂ SCERT സോഷ്യൽ സയൻസ് 2ാമത്തെ ചാപ്റ്ററാണ് ആദ്യകാല രാഷ്ട്രങ്ങൾ. ഇതിലെന്താണ് പറയുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഗ്രീസിനെ കുറിച്ചാണ് പറയുന്നത്, ഒളിമ്പിക്സിനെ കുറിച്ചിട്ട്. കൂട്ടുകാരെ, ഈ ചിഹ്നം നിങ്ങൾക്ക് പരിചിതമാണല്ലോ. ഇന്ന് ലോകം മുഴുവൻ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്ന ഒളിമ്പിക്സിന് ആരംഭം കുറിച്ചത് പുരാതന ഗ്രീസിലാണ്. അപ്പോൾ ഒളിമ്പിക്സിന് ആരംഭം കുറിച്ചത് ഏതാണ്? പുരാതന ഗ്രീസാണ് ഒളിമ്പിക്സിന് ആരംഭം കുറിച്ചത്. ഗ്രീസ് നഗരരാഷ്ട്രമായ ഏഥൻസിൽ ഉടലെടുത്ത ജനാധിപത്യം ഞങ്ങൾ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ്. ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന ഏതാണ്? ഏഥൻസിലാണ് ജനാധിപത്യം എന്നത് ഉടലെടുത്തത്. തെക്ക് കിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തെക്ക് കിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു സ്ഥിതി ചെയ്യുന്ന ഒറ്റപ്പെട്ട താഴ്വരകൾ, കുന്നുകൾ, ചെറുപർവ്വതങ്ങൾ തുടങ്ങിയ ഭൂമിശാസ്ത്ര സവിശേഷതകളാൽ സമ്പന്നമാണ് ഗ്രീസ് എന്ന് പറയുന്നത്. ഗ്രീസ് നഗരരാഷ്ട്രങ്ങൾ. പുരാതന ഗ്രീസിൽ ഗ്രാമങ്ങളായിരുന്നു പ്രധാന അധിവാസ കേന്ദ്രങ്ങൾ. കൃഷിയും കച്ചവടവും വികസിച്ചതോടെ നഗരങ്ങൾ രൂപം കൊണ്ടു. വികസിച്ചതോടെയാണ് നഗരങ്ങൾ രൂപം കൊണ്ടത്. കാലക്രമേണ ഒരു നഗരവും ചുറ്റുമുള്ള കുറേ ഗ്രാമങ്ങളും ഒത്തുചേർന്ന് നഗരരാഷ്ട്രങ്ങളായി രൂപാന്തരം പ്രാപിക്കാൻ തുടങ്ങി. ഇപ്പോൾ എന്തുവാണ്? കാലക്രമേണ ഒരു നഗരവും ചുറ്റുമുള്ള കുറേ ഗ്രാമങ്ങളും ഒത്തുചേർന്ന് നഗരരാഷ്ട്രങ്ങളായി രൂപാന്തരം പ്രാപിക്കാൻ തുടങ്ങി. ഈ നഗരരാഷ്ട്രങ്ങൾ പോളിസ് എന്നാണ് അറിയപ്പെട്ടത്. നഗരരാഷ്ട്രങ്ങളെ ഗ്രീസിൽ അറിയപ്പെട്ടിരുന്ന പേരാണ്. ഗ്രീക്കിലെ നഗരരാഷ്ട്രങ്ങളെ എന്താണ് അറിയപ്പെടുന്നത്? പോളിസ് എന്ന്. അടുത്ത ഗ്രീക്കിലെ പ്രധാന നഗരരാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? കൊറിന്ത്, തീബ്സ്, ഏഥൻസ്, സ്പാർട്ട. ഏഥൻസ്, സ്പാർട്ട, കൊറിന്ത്, തീബ്സ് എന്നിവയാണ് ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങൾ. കടലുകളോ ഉയർന്ന പർവ്വതങ്ങളോ പുരാതന ഗ്രീസിലെ ഈ നഗരരാഷ്ട്രങ്ങളെ തമ്മിൽ വേർതിരിച്ചിരുന്നു. അതിനാൽ ഓരോ നഗരരാഷ്ട്രവും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. ഇക്കാരണത്താൽ ഒരു പൊതുഭരണ സംവിധാനം പുരാതന ഗ്രീസിൽ ഉണ്ടായിരുന്നില്ല. ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങളായിരുന്നു ഏഥൻസ്, സ്പാർട്ട. ഏഥൻസ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏഥൻസിലാണ്. ഭരണകർത്താക്കളെ തെരഞ്ഞെടുക്കുന്നതിലും നിയമനിർമ്മാണത്തിലും ഏഥൻസിലെ പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും പങ്കാളിത്തമുണ്ടായിരുന്നു. അപ്പോൾ ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിലും നിയമനിർമ്മാണത്തിലും ഏഥൻസിലെ പൗരത്വമുള്ള പുരുഷന്മാർക്കായിരുന്നു പങ്കാളിത്തമുള്ളത്. എന്നാൽ സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ തുടങ്ങിയവർക്ക് പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല. പുരുഷന്മാർക്ക് മാത്രമായിരുന്നു പൗരത്വ പദവി ഉണ്ടായിരുന്നത്. സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ എന്നിവർക്ക് പൗരത്വ പദവി ഇല്ലായിരുന്നു. പെരിക്ലിസിന്റെ കാലത്താണ് ഏഥൻസിൽ ജനാധിപത്യം വിപുലമാകാൻ തുടങ്ങിയത്. പെരിക്ലിസ് ആരാണ്? ഏഥൻസിലെ ശക്തനായ ഭരണാധികാരിയായിരുന്നു. പെരിക്ലിസിന്റെ ഭരണകാലത്താണ് ഏഥൻസ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ പ്രബലമായ സ്ഥാനം നേടിയെടുത്തത്. അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ളതാകണം എന്നതായിരുന്നു പെരിക്ലിസിന്റെ ആശയം. ഏഥൻസിലെ രാഷ്ട്രീയ സഭ എന്താണ് അറിയപ്പെടുന്നത്? അസംബ്ലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി ഏഥൻസിന്റെ സവിശേഷതകൾ എന്താണ്? കല, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതിയായിരുന്നു. ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനമുണ്ടായിരുന്നു. ശക്തമായ കപ്പൽപ്പടയും സൈനിക വ്യൂഹവും ഉണ്ടായിരുന്നു. ഏഥൻസിലെ പൗരർ എന്തായിരുന്നു? ഏഥൻസിൽ എല്ലാവരെയും പൗരരായി പരിഗണിച്ചിരുന്നില്ല. ഒരു വ്യക്തിക്ക് പൗരത്വ പദവി ലഭിക്കണമെങ്കിൽ അയാൾ സ്വതന്ത്രനായ പുരുഷനായിരിക്കണം. കൂടാതെ രക്ഷാകർത്താക്കൾ ഏഥൻസുകാർ ആയിരിക്കണം എന്നിങ്ങനെയുള്ള നിബന്ധനകൾ ഉണ്ടായിരുന്നു. അടുത്തത് സ്പാർട്ട. ഏഥൻസിൽ നിന്നും വ്യത്യസ്തമായി പ്രഭുഭരണമാണ് സ്പാർട്ടയിൽ നിലനിന്നിരുന്നത്. ഏഥൻസിൽ വ്യത്യസ്തമായി പ്രഭുഭരണമായിരുന്നു സ്പാർട്ടയിൽ നിലനിന്നത്. പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഇവിടെ. എന്നാൽ ഏഥൻസിൽ എന്തായിരുന്നു? കല, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതായിരുന്നു. അടുത്തത് ഇവിടെ ആൺകുട്ടികൾ 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു ആൺകുട്ടികൾക്ക്. ഏഥൻസിൽ ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം വേണമായിരുന്നു. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുമായി ശത്രുതയിലായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഏഥൻസിന്റെയും സ്പാർട്ടയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചു.
അതായത് പേർഷ്യൻ രാജ്യങ്ങളെ ഏഥൻസും സ്പാർട്ടയും അവരുടെ സംയുക്ത സൈന്യം ഉപയോഗിച്ച് ആക്രമിച്ച് കീഴടക്കി. ഈ യുദ്ധത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ എന്നാണ് അറിയപ്പെട്ടത്. എന്നാൽ പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു? ഏഥൻസുമായി സ്പാർട്ട ശത്രുതയിലായി. സ്പാർട്ടയുമായി സഖ്യത്തിലായിരുന്ന ചില നഗരരാഷ്ട്രങ്ങളും ചേർന്ന് ഏഥൻസിനെ ആക്രമിച്ചു. സ്പാർട്ട എന്തോ ചെയ്തു? നഗരരാഷ്ട്രങ്ങളുമായി ചേർന്ന് ഏഥൻസിനെ ആക്രമിച്ചു. അതിനെ പറയുന്ന പേരാണ് പെലോപ്പനീഷ്യൻ യുദ്ധങ്ങൾ എന്നാണ് ഈ യുദ്ധത്തെ അറിയപ്പെട്ടത്. ഈ യുദ്ധത്തിൽ ആര് ജയിച്ചു? സ്പാർട്ട വിജയിച്ചു. ഇനി അടുത്ത മാരത്തൺ ഓട്ടം. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധകാലത്ത് ഏഥൻസിൽ നിന്ന് 26 കിലോമീറ്ററിനപ്പുറമുള്ള മാരത്തണിൽ വെച്ച് ഗ്രീക്കുകാരും പേർഷ്യക്കാരും ഏറ്റുമുട്ടി. യുദ്ധത്തിൽ ഗ്രീക്കുകാർ വിജയികളായി. വിജയവാർത്ത അറിയിക്കുന്നതിനായി ഒരു സന്ദേശവാഹകനെ ഏഥൻസിലേക്ക് അയച്ചു. അത്രയും ദൂരം ഓടിയെത്തിയ അയാൾ സന്തോഷത്തോടെ "ആഹ്ലാദിക്കൂ, നമ്മൾ വിജയിച്ചു" എന്ന് ആർത്തു വിളിച്ചു. എന്നാൽ ദീർഘദൂരം ഓടിയതിന്റെ ഫലമായി അയാൾ അപ്പോൾ തന്നെ മരണപ്പെട്ടു. ഈ ഓട്ടത്തിന്റെ ഓർമ്മയ്ക്കായി ദീർഘദൂര ഓട്ടത്തിന് മാരത്തൺ ഓട്ടം എന്ന് പേര് നൽകിയിരുന്നത്. ഇനി ഹെറോഡോട്ടസും തൂസിഡൈഡ്സും ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കി രചിച്ച കൃതിയാണ് ദ ഹിസ്റ്ററീസ് എന്ന് പറയുന്നത് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധത്തെ ഇതിവൃത്തമാക്കി രചിച്ചതാണ്. ഇത് ലോകത്തെ തന്നെ ആദ്യത്തെ ചരിത്ര കൃതിയാണ്. ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഹെറോഡോട്ടസ് ആണ് ഈ കൃതിയുടെ രചയിതാവ്. അപ്പോൾ ഹെറോഡോട്ടസിന്റെ കൃതിയാണ് ദി ഹിസ്റ്ററീസ്. ഹെറോഡോട്ടസിനെ അറിയപ്പെടുന്ന ചരിത്രത്തിന്റെ പിതാവ് എന്നാണ്. ഈ ദി ഹിസ്റ്ററീസ് എന്ന് പറയുന്ന ആദ്യത്തെ ചരിത്ര കൃതിയാണ്. സ്പാർട്ടയും ഏഥൻസും തമ്മിൽ നടന്ന പെലോപ്പനീഷ്യൻ യുദ്ധങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയത് തൂസിഡൈഡ്സ് എന്ന ചരിത്രകാരനാണ്. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കിയായിരുന്നു ദ ഹിസ്റ്ററീസ്. ഇനി അടുത്തത് സ്പാർട്ടയും ഏഥൻസും തമ്മിലുള്ള യുദ്ധത്തെ, അതായത് പെലോപ്പനീഷ്യൻ യുദ്ധങ്ങളെ ചരിത്രം രേഖപ്പെടുത്തിയതായിരുന്നു തൂസിഡൈഡ്സ് എന്ന ചരിത്രകാരനാണ്. ഹിസ്റ്ററി ഓഫ് ദി പെലോപ്പനീഷ്യൻ വാർ ആണ് ചരിത്രകൃതി. അതായത് ഈ തൂസിഡൈഡ്സിന്റെ കൃതിയുടെ പേരാണ് ഹിസ്റ്ററി ഓഫ് ദി പെലോപ്പനീഷ്യൻ വാർ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് സ്പാർട്ടയും ഏഥൻസും തമ്മിലുള്ള യുദ്ധത്തെ കുറിച്ചിട്ടുള്ളത്. ഇനി ഗ്രീക്ക് തത്വചിന്തകർ. ലോകത്തെ സ്വാധീനിച്ച പ്രധാന ഗ്രീക്ക് തത്വചിന്തകരാണ് സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവർ. അപ്പോൾ ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഗ്രീക്ക് തത്വചിന്തകർ ആരായിരുന്നു? സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. അറിവാണ് നന്മ എന്ന തത്വത്തിൽ പ്രാധാന്യം നൽകിയ ആളാണ് സോക്രട്ടീസ്. സംവാദ രീതിയിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള രീതിയായിരുന്നു സംവാദ രീതി, സോക്രട്ടിക് മെത്തേഡ്. അറിവാണ് നന്മ എന്നാണ് സോക്രട്ടീസ് പറഞ്ഞത്. ഇനി പ്ലേറ്റോ എന്താണ്? സോക്രട്ടീസിന്റെ ശിഷ്യനായിരുന്നു പ്ലേറ്റോ. അക്കാദമി എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചത് പ്ലേറ്റോയാണ്. പ്രധാന കൃതിയാണ് റിപ്പബ്ലിക്. ഇനി അരിസ്റ്റോട്ടിൽ. പ്ലേറ്റോയുടെ അക്കാദമിയിൽ വിദ്യാർത്ഥിയായിരുന്നു ഈ അരിസ്റ്റോട്ടിൽ. ലൈസിയം എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചു. ഇദ്ദേഹം സ്ഥാപിച്ചത് ലൈസിയം എന്ന പഠന കേന്ദ്രമായിരുന്നു. അക്കാദമി സ്ഥാപിച്ചത് പ്ലേറ്റോ ആയിരുന്നു. ഇനി പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് അരിസ്റ്റോട്ടിലിന്റെ ഗ്രന്ഥത്തിന്റെ പേരാണ് പൊളിറ്റിക്സ്. പ്ലേറ്റോയുടെ ഗ്രന്ഥത്തിന്റെ പേരാണ് റിപ്പബ്ലിക്. അപ്പോൾ സംവാദ രീതി ആരുടെയായിരുന്നു? സോക്രട്ടീസിന്റെ. അറിവാണ് നന്മ എന്ന് പറഞ്ഞത് സോക്രട്ടീസ് ആണ്. സോക്രട്ടീസിന്റെ ശിഷ്യനായിരുന്നു പ്ലേറ്റോ. അക്കാദമി എന്ന് പറയുന്ന പഠന കേന്ദ്രം സ്ഥാപിച്ച അദ്ദേഹമാണ്. പ്രധാന കൃതിയാണ് റിപ്പബ്ലിക്. അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന പ്ലേറ്റോയുടെ അക്കാദമിയിലെ വിദ്യാർത്ഥിയായിരുന്നു. ലൈസിയം എന്ന പഠന കേന്ദ്രമാണ് അദ്ദേഹം നിർമ്മിച്ചത്. പിന്നെ പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം. പുരാതന ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് ഹോമറിന്റെ ഇതിഹാസ കാവ്യമായ ഇലിയഡ്, ഒഡീസി എന്നിവയിൽ നിന്നാണ്. അപ്പോൾ ഹോമറിന്റെ ഇതിഹാസ കാവ്യങ്ങളാണ് ഇലിയഡും ഒഡീസിയും. ഇതിലാണ് പുരാതന ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത്. ഇലിയഡിൽ പറയുന്ന നോക്കുക, ഗ്രീക്കുകാർ ട്രോയ് നഗരത്തിൽ നേരെ നടത്തിയ യുദ്ധത്തിന്റെ കഥയാണ് ഇലിയഡ്. അതായത് ഗ്രീക്കുകാർ ട്രോയ് നഗരത്തിന് നേരെ യുദ്ധം നടത്തി അതിൻ്റെ കഥയാണ് ഇലിയഡിൽ പറയുന്നത്. ട്രോയ് നഗരവുമായുള്ള വർഷങ്ങൾ നീണ്ട യുദ്ധത്തിന് ശേഷവും ഗ്രീക്ക് സൈന്യത്തിന് വിജയിക്കാനായില്ല. അവർ ഒരു കൂറ്റൻ മരക്കുതിരയുണ്ടാക്കി ഏറ്റവും മികച്ച പോരാളികളെ കുതിരയ്ക്കുള്ളിലാക്കിയ ശേഷം ട്രോയ് നഗരത്തിന്റെ വഴിയിൽ ഉപേക്ഷിച്ച് പിൻവാങ്ങി. തോൽവി സമ്മതിച്ച ഗ്രീക്കുകാർ നൽകിയ സമ്മാനമാണ് ആ മരക്കുതിരയെന്ന് ട്രോജന്മാർ
കരുതി. വിജയലഹരിയിൽ ട്രോജന്മാർ മരക്കുതിരയെ വലിച്ച് നഗരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കുതിരയ്ക്കുള്ളിൽ നിന്നും ഭടന്മാർ പുറത്തിറങ്ങി. കടലിൽ ഒളിച്ചു കിടക്കുകയായിരുന്ന ഗ്രീക്ക് കപ്പലുകൾ ട്രോയിലേക്ക് ഇരച്ചു കയറി. പ്രഭാതത്തിൽ ട്രോയ് നഗരം നാമാവശേഷമായി തീർന്നു. ഇതാണ് ഇലിയഡ് പറയുന്നത്. ഇനി പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ്. ഇറാൻ പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്ന സ്ഥലമാണ്. അക്കാലത്ത് നിലനിന്ന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ ഈ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നതിനാൽ വൈവിധ്യമാർന്ന സംസ്കാരവും ഭാഷയും പാരമ്പര്യവും ഒത്തുചേർന്നതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. പെർസപോളിസ് ആയിരുന്നു ഈ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് പെർസപോളിസ് എന്ന് പറയുന്നത്. ഇനി പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രമുഖരായ ഭരണാധികാരികളായിരുന്നു സൈറസും ദാരിയസ് ഒന്നാമനും സെക്സിസും. ആരൊക്കെയായിരുന്നു? സൈറസ്, ദാരിയസ് ഒന്നാമൻ, പിന്നെ സെക്സിസും. പേർഷ്യൻ ഭരണ സംവിധാനം എന്തുവായിരുന്നു? ഭരണ സൗകര്യത്തിനായി വിശാലമായ സാമ്രാജ്യത്തെ നിരവധി സത്രപി അഥവാ പ്രവിശ്യകളായി വിഭജിച്ചു. പ്രവിശ്യകളെ പറയുന്നതാണ് സത്രപി. അപ്പോൾ ഭരണ സൗകര്യത്തിനായി ഇവർ വിശാലമായ സാമ്രാജ്യത്തെ സത്രപികളായി തിരിച്ചു. സത്രപ് എന്നറിയപ്പെടുന്ന ഗവർണർമാരുടെ കീഴിലായിരുന്നു സത്രപികൾ. ഈ സത്രപിയിൽ ഗവർണർമാരായിരുന്നു സത്രപ് എന്ന് പറയുന്നത്. സത്രപ്മാർ രാജാവിൻ്റെ നിയമങ്ങളും നികുതി സമ്പ്രദായങ്ങളും സത്രപികളിൽ നടപ്പിലാക്കി. രാജാവിൻ്റെ നിയമങ്ങളും നികുതി സമ്പ്രദായങ്ങളുമാണ് ഈ സത്രപികളിൽ നടപ്പിലാക്കിയത്. ഇനി സരതുഷ്ട്ര ദർശനം. പേർഷ്യയിലാണ് സരതുഷ്ട്ര ദർശനം രൂപം കൊണ്ടത്. എന്താണ് സരതുഷ്ട്ര ദർശനം? സരതുഷ്ട്രയാണ് സ്ഥാപകൻ. ഇതിൻ്റെ സ്ഥാപകൻ ആരാണ്? സരതുഷ്ട്ര. അഹുരമസ്ദ എന്ന് വിളിക്കപ്പെട്ട ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. ഇനി സെന്റ് അവസ്ഥയായിരുന്നു മതഗ്രന്ഥം. ഇവരുടെ മതഗ്രന്ഥത്തിൻ്റെ പേരാണ് സെന്റ് അവസ്ഥ എന്ന് പറയുന്നത് ആരുടെ മതഗ്രന്ഥമായിരുന്നു? സരതുഷ്ട്ര ദർശനം. പേർഷ്യയിലാണ് ഈ സരതുഷ്ട്ര ദർശനം രൂപം കൊണ്ടത്. സരതുഷ്ട്രയാണ് സ്ഥാപകൻ. അഹുരമസ്ദ എന്ന് വിളിക്കപ്പെട്ട ഏകദൈവത്തിലായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ഇനി അടുത്ത റോമൻ സാമ്രാജ്യം. ഇറ്റലി റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമായാണ് റോമാ നഗരം കാണപ്പെടുന്നത്. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലം ഏതാണ്? റോമാ നഗരം. എല്ലാ പാതകളും റോമിലേക്ക് എന്ന പ്രയോഗം തന്നെ ഈ സാമ്രാജ്യത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നു. ആദ്യകാലത്ത് റോമിൽ രാജഭരണമായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ കാലക്രമത്തിൽ പ്രജാതൽപരർ അല്ലാത്ത ഭരണാധികാരികൾക്കെതിരെ കലാപങ്ങൾ ഉയർന്നു വരികയും BCE 6-ാം നൂറ്റാണ്ടിൽ രാജഭരണം അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ രാജഭരണം അവസാനിച്ചത് ഏതാ? BCE 6-ാം നൂറ്റാണ്ടിൽ. തുടർന്ന് റിപ്പബ്ലിക് എന്ന പുതിയൊരു ഭരണ സംവിധാനം റോമിൽ നിലവിൽ വന്നു. പുരാതന റോമിൻ്റെ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു റിപ്പബ്ലിക്കിൻ്റെ ഉദയം എന്ന് പറയുന്നത്. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമായി റോമാ നഗരം കാണപ്പെട്ടിരുന്നു. റിപ്പബ്ലിക്കൽ ഭരണ സംവിധാനത്തിൽ രാജാവിന് പകരം കോൺസൽ എന്നറിയപ്പെടുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായിരുന്നു ഭരണ ചുമതല. BCE 1-ാം നൂറ്റാണ്ടിൽ റോമൻ റിപ്പബ്ലിക്കിൻ്റെ കോൺസൽ പദവി വഹിച്ചിരുന്ന ജൂലിയസ് സീസർ റിപ്പബ്ലിക്കൻ ഭരണരീതി അവസാനിപ്പിച്ച് ഏകാധിപതിയായി അധികാരം കൈയടക്കി. ഈ കോൺസൽ പദവി വഹിച്ചിരുന്ന ആളാണ് ജൂലിയസ് സീസർ എന്ന് പറയുന്നത്. അദ്ദേഹം റിപ്പബ്ലിക്കൻ ഭരണരീതി അവസാനിപ്പിച്ച് ഏകാധിപതിയായി അധികാരം കൈക്കലാക്കി പിൽക്കാലത്ത്.
അഗസ്റ്റസിന്റെ ഭരണകാലത്താണ് റോമൻ റിപ്പബ്ലിക്ക് പൂർണ്ണമായും റോമാ സാമ്രാജ്യമായി മാറിയത്. അപ്പോൾ റോമൻ റിപ്പബ്ലിക്ക് റോമാ സാമ്രാജ്യമായി മാറിയത് ആരുടെ കാലത്താണ്? അഗസ്റ്റസിന്റെ ഭരണകാലത്താണ്. ഇതോടെ ചക്രവർത്തി പരമോന്നത ഭരണാധികാരിയായി മാറി. പരമോന്നത ഭരണാധികാരിയായി മാറിയതെന്നാണ്? അഗസ്റ്റസിന്റെ ഭരണകാലത്താണ്. റോമൻ സാമ്രാജ്യത്തിന്റെ സവിശേഷതകൾ നോക്കാം. യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്ന വിശാലമായ സാമ്രാജ്യമായിരുന്നു. യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്ന വിശാലമായ സാമ്രാജ്യമായിരുന്നു. റോമൻ ചക്രവർത്തിമാർ പ്രിൻസപ്പ് അഥവാ പ്രഥമ പൗരൻ, പ്രിൻസപ്പിന്റെ മീനിങ് പ്രഥമ പൗരൻ എന്നറിയപ്പെട്ടു. പ്രിൻസപ്പ് തലവനായ റോമൻ ഭരണ സംവിധാനം പ്രിൻസിപ്പേറ്റ് എന്നറിയപ്പെട്ടു. അതായത് പ്രിൻസപ്പ് തലവനായ റോമൻ ഭരണ സംവിധാനം പ്രിൻസിപ്പേറ്റ് എന്നറിയപ്പെട്ടു. അഗസ്റ്റസ് ആണ് പ്രിൻസിപ്പേറ്റ് ഭരണ സംവിധാനത്തിന്റെ സ്ഥാപകൻ. ഇത് സ്ഥാപിച്ചത് ആരാണ്? അഗസ്റ്റസ് ആണ് പ്രിൻസിപ്പേറ്റ്. റോമൻ ചക്രവർത്തിമാരെയാണ് പ്രിൻസപ്പ് എന്നറിയപ്പെടുന്നത്. പ്രിൻസപ്പ് തലവനായ റോമൻ ഭരണ സംവിധാനം പ്രിൻസിപ്പേറ്റ് എന്ന് പറയുന്നു. അഗസ്റ്റസ് ആണ് പ്രിൻസിപ്പേറ്റ് ഭരണ സംവിധാനം സ്ഥാപിച്ചത്. വേതനം കൈപ്പറ്റി സേവനം ചെയ്ത ശക്തമായ സൈന്യമുണ്ടായിരുന്നു ഈ റോമൻ സാമ്രാജ്യത്തിൽ. റോമിന്റെ സാംസ്കാരിക സംഭാവനകൾ: ഭാഷ, സാഹിത്യം, കല, നഗരാസൂത്രണം തുടങ്ങിയ മേഖലകളിലെല്ലാം റോമിന്റെ സംഭാവനകൾ നിലനിന്നിരുന്നു. ജലവിതരണത്തിനായി നിർമ്മിക്കപ്പെട്ട കമാനാകൃതിയിലുള്ള കനാലുകളായ അക്വിഡക്റ്റുകളും വിശാലമായതും തുറന്ന വേദിയുമായ കൊളോസിയവും റോമൻ സാമ്രാജ്യത്തിന്റെ സാംസ്കാരിക സംഭാവനകളാണ്. ഇതാണ് അക്വിഡക്റ്റ്, ഇത് കൊളോസിയം. അടുത്തതാണ് രാഷ്ട്ര രൂപീകരണം ഇന്ത്യയിൽ. സാംസ്കാരിക വിനിമയ പരിപാടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വിവാൻ ആയിരുന്നു. വിവാന്റെ വിവരണം ശ്രദ്ധിക്കുക. ഞാൻ വിവാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സിന്ധു നദിയുടെയും പോഷക നദിയുടെയും തീരങ്ങളിൽ നിലനിന്നിരുന്ന ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഏകദേശം 1500 BCE ആര്യന്മാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറുള്ള സപ്തസിന്ധു പ്രദേശങ്ങളിൽ അധിവാസമുറപ്പിച്ചു. അക്കാലത്ത് രചിക്കപ്പെട്ട വേദങ്ങളിൽ നിന്നാണ് ഇവരെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. വേദങ്ങൾ രചിക്കപ്പെട്ട ഈ കാലഘട്ടം വേദകാലം എന്നറിയപ്പെടുന്നു. പിൽക്കാലത്ത് ആര്യന്മാർ സപ്തസിന്ധു പ്രദേശത്ത് നിന്ന് ഗംഗയുടെയും പോഷക നദിയുടെയും തീരങ്ങളിൽ എത്തിച്ചേർന്നു. ഇരുമ്പിന്റെ കണ്ടുപിടുത്തവും ഉപയോഗവും കൃഷിയുടെ വ്യാപനത്തിനും ഉൽപാദന വർധനവിനും കാരണമായി. മിച്ചോൽപാദനം കച്ചവട കേന്ദ്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു. ഈ കച്ചവട കേന്ദ്രങ്ങളാണ് പിന്നീട് നഗരങ്ങളായി മാറിയത്. ഈ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ജനപദങ്ങൾ രൂപപ്പെട്ടു. ജനപദങ്ങളിൽ നിന്ന് മഹാജനപദങ്ങളിലേക്ക്. പുരാതന ഇന്ത്യയിൽ രൂപം കൊണ്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ജനപദങ്ങൾ രൂപപ്പെട്ടത് എന്ന് കണ്ടല്ലോ. ഫലഭൂയിഷ്ഠമായ നദീതടങ്ങളും സമൃദ്ധമായ വനപ്രദേശങ്ങളും ചില ജനപദങ്ങളെ കൂടുതൽ ശക്തമാക്കി. സമീപ പ്രദേശങ്ങളുള്ള ജനപദങ്ങളെ കീഴടക്കിയ പ്രബലമായ ജനപദങ്ങൾ മഹാജനപദങ്ങളായി പരിണമിച്ചു. അതായത് സമീപത്തുള്ള ജനപദങ്ങളെ കീഴടക്കിയ ജനപദങ്ങളെ എന്ത് പറയുന്നു? മഹാജനപദങ്ങൾ എന്ന് പരിണമിച്ചു. മഹാജനപദങ്ങളുടെ കാലം ഇന്ത്യയിലെ 2ാം നഗരവൽക്കരണം എന്നാണ് അറിയപ്പെട്ടത്. മഹാജനപദങ്ങളുടെ കാലമാണ് ഇന്ത്യയിലെ 2ാം നഗരവൽക്കരണം എന്നറിയപ്പെട്ടത്. മഗധ പ്രബല ശക്തിയാകുന്നു. BCE 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 മഹാജനപദങ്ങളിൽ പ്രബല ശക്തിയായി മാറിയത് മഗധയാണ്. അപ്പോൾ 16 മഹാജനപദങ്ങൾ ഏതൊക്കെയാണ്? ജനപദങ്ങൾ: കമ്പോജം, ഗാന്ധാരം, മഗധ, അംഗം, വജ്ജി, മല്ല, കാശി, വത്സ, കോസലം, ചേതി, പാഞ്ചാലം, അശ്മകം, അവന്തി, ശൂരസേന, കുരു, മത്സ്യ എന്നിവയായിരുന്നു 16 ജനപദങ്ങൾ. കമ്പോദം, ഗാന്ധാരം, മഗധ, അംഗം, വജ്ജി,
മല്ല, കാശി, വത്സ, കോസലം, ചേതി, പാഞ്ചാലം, അശ്മകം, അവന്തി, ശൂരസേന, കുരു, മത്സ്യ എന്നിവയായിരുന്നു 16 മഹാജനപദങ്ങൾ. മഹാജനപദങ്ങൾ എന്താ? മഹാജനപദം എന്നാൽ ജനം അധിവസിച്ച സ്ഥലം എന്നാണ് അർത്ഥം. വിഭവങ്ങൾ ലഭ്യമായ ഇടങ്ങളിൽ കൃഷിയിടങ്ങളും താമസമേഖലകളും രൂപപ്പെടുത്തിയ ജനങ്ങൾ അവിടെ സ്ഥിരമായി താമസിച്ചു. ഇങ്ങനെയാണ് ജനപദങ്ങൾ രൂപപ്പെട്ടത്. മഗധയെ സഹായിച്ച മഹാജനപദമാകാൻ മഗധയെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ശക്തമായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂയിഷ്ഠത, ഇരുമ്പയിരിന്റെ സാന്നിധ്യം, ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണവും ഉപയോഗവും, കാർഷിക മേഖലയും വാണിജ്യ രംഗത്തും ഉണ്ടായ പുരോഗതി. തുടക്കത്തിൽ രാജഗൃഹവും അതായത് ബീഹാറിലെ രാജഗീർ, പിന്നീട് പാടലീപുത്രവും പാട്ന ആയിരുന്നു മഗധയിലെ തലസ്ഥാനം. മഗധയുടെ തലസ്ഥാനം തുടക്കത്തിൽ രാജഗൃഹവും പാടലീപുത്രവുമായിരുന്നു. മഗധയിലെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു? ബിംബിസാരൻ, അജാതശത്രു, മഹാപത്മനന്ദൻ, ധനനന്ദൻ. ആരൊക്കെയായിരുന്നു? ബിംബിസാരൻ, അജാതശത്രു, മഹാപത്മനന്ദൻ, ധനനന്ദൻ. മൗര്യരാജ്യം BCE 321 മഗധയിലെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യർ മഗധയുടെ അധികാരം പിടിച്ചെടുത്തു. മഗധയോടൊപ്പം സമീപ പ്രദേശങ്ങളും കൂടിച്ചേർത്ത് മൗര്യ രാജ്യം നിർമ്മിച്ചു. ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യർ ധനനന്ദനെ പരാജയപ്പെടുത്തി BCE 321. അതിനുശേഷം അതിൻ്റെ അധികാരം പിടിച്ചെടുക്കുകയും മഗധയോടൊപ്പം സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് മൗര്യ രാജ്യം ഉണ്ടാക്കി. ചന്ദ്രഗുപ്ത മൗര്യനാണ് മഗധയെ കൂട്ടിച്ചേർത്ത് മൗര്യരാജ്യം നിർമ്മിച്ചത്. ചന്ദ്രഗുപ്ത മൗര്യനാണ്. മഗധയെ വിശാലമായ മൗര്യരാജ്യമാക്കി മാറ്റാനും മികച്ചൊരു ഭരണ സംവിധാനം രൂപപ്പെടുത്താനും ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ച അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരുന്ന കൗടില്യൻ അഥവാ ചാണക്യനാണ്. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യരുടെ മന്ത്രിയായിരുന്നു കൗടില്യൻ അഥവാ ചാണക്യൻ. മൗര്യരാജ്യത്തിൻ്റെ മികച്ച ഭരണാധികാരിയായിരുന്ന അശോകൻ കാശ്മീരും കലിംഗവും ഇന്നത്തെ ഒഡീഷയുടെ കടലോര പ്രദേശം കീഴടക്കി രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം നോക്കാം. മൗര്യ രാജ്യത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രത്തിൽ നിന്നാണ്. രാജാവ് ഭരണം നടത്തേണ്ടതും രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടതും എങ്ങനെയാണെന്ന് ഈ കൃതിയിൽ വിവരിക്കുന്നു. രാജ്യത്തെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ട വിധം, നികുതി ഈടാക്കൽ എന്നിവയെക്കുറിച്ചെല്ലാം വിശദമായ വിവരങ്ങൾ നൽകുന്ന ഗ്രന്ഥമാണ് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. പ്രാചീന ഇന്ത്യയിലെ ദർശനങ്ങൾ. പ്രാചീന ഇന്ത്യയിലുണ്ടായ ആദ്യകാല രാഷ്ട്ര രൂപീകരണം നാം കണ്ടല്ലോ. ഇക്കാലഘട്ടത്തിൽ രൂപം കൊണ്ട ചില ദർശനങ്ങളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ജൈനമതം. BCE 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ദർശനമായിരുന്നു ജൈനമതം. വർദ്ധമാന മഹാവീരനാണ് ജൈനമതം പ്രചരിപ്പിച്ചത്. അപ്പം ജൈനമതം പ്രചരിപ്പിച്ചത് വർദ്ധമാന മഹാവീരനായിരുന്നു. ജൈനമതത്തിൻ്റെ 24-ാമത്തെ തീർത്ഥങ്കരനായിരുന്നു വർദ്ധമാന മഹാവീരൻ. 24-ാമത്തെ തീർത്ഥങ്കരനായിരുന്നു വർദ്ധമാന മഹാവീരൻ. ലൗകിക സുഖങ്ങളെ കീഴടക്കിയവൻ എന്ന അർത്ഥം വരുന്ന ജിനൻ എന്നും അദ്ദേഹം അറിയപ്പെട്ട മറ്റൊരു പേരാണ് ജിനൻ. അതിൻ്റെ മീനിങ് എന്താണ്? ലൗകിക സുഖങ്ങളെ കീഴടക്കിയവൻ. വർദ്ധമാന മഹാവീരൻ. ജൈനമതത്തിൻ്റെ ആശയങ്ങൾ എന്താണ്? എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ടെന്ന് അവർ പറഞ്ഞു. പിന്നെ ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്, അതായത് അഹിംസ. കളവ് പറയരുത്, മോഷ്ടിക്കരുത്, ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി അതിനെ എന്താണ് പറയുന്നത്? ത്രിരത്നങ്ങൾ എന്നാണ് പറഞ്ഞിരുന്നത്. എന്നിവ അനുഷ്ഠിക്കുക എന്ന് പറയുന്നത്. അതായത് ശരിയായ വിശ്വാസം വേണം, ശരിയായ അറിവ് വേണം, ശരിയായ പ്രവൃത്തി വേണം. ഈ തീർത്ഥങ്കരൻ എന്ന് വെച്ചാൽ തീർത്ഥങ്കരർ എന്നാരാണ്? സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവർ എന്നാണ് തീർത്ഥങ്കരർ എന്ന വാക്കിൻ്റെ അർത്ഥം. ജൈനമത വിശ്വാസപ്രകാരം 24 തീർത്ഥങ്കരരുണ്ടായിരുന്നു.
ഇതിലെ 24-ാമത്തെ തീർത്ഥങ്കരനായിരുന്നു ആര്? വർദ്ധമാന മഹാവീരൻ. ഇനി ബുദ്ധമതം. പ്രാചീന ഇന്ത്യയിൽ രൂപം കൊണ്ട മറ്റൊരു പ്രധാന ദർശനമായിരുന്നു ബുദ്ധമതം. ഗൗതമ ബുദ്ധനാണ് ബുദ്ധമതം സ്ഥാപിച്ചത്. സിദ്ധാർത്ഥൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ബീഹാറിലെ ബോധ്ഗയയിലാണ് വെച്ച് ജ്ഞാനോദയം നേടിയ അദ്ദേഹം ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെട്ടു. സിദ്ധാർത്ഥൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ബീഹാറിലെ ബോധ്ഗയയിൽ വെച്ചാണ് ജ്ഞാനോദയം ലഭിച്ചത്. അതിനുശേഷം അദ്ദേഹം ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെട്ടു. ഈ ബുദ്ധമത ആശയങ്ങൾ എന്തായിരുന്നു? ഹിംസിക്കാതിരിക്കുക, കളവ് പറയാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. ഈ ചാർവാക ദർശനം. ഇന്ത്യയിൽ നിലനിന്ന മറ്റൊരു ദർശനമായിരുന്നു ചാർവാക ദർശനം. ഈ ദർശനം ലോകായത എന്നും അറിയപ്പെട്ടു. വിശ്വസിക്കുക എന്നതിനേക്കാൾ അന്വേഷിക്കുക എന്ന തത്വത്തിനായിരുന്നു ചാർവാക ദർശനം പ്രാധാന്യം നൽകിയിരുന്നത്. BCE 6-ാം നൂറ്റാണ്ടു മുതൽ ലോകത്താകമാനം മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നൂതനമായ കാഴ്ചപ്പാടുകൾ രൂപക്കൊള്ളാൻ തുടങ്ങിയിരുന്നു. ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ രാഷ്ട്രീയ ദാർശനിക വികാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗങ്ങളിൽ ചർച്ച ചെയ്തത്. രാഷ്ട്ര രൂപീകരണം, ഭരണ സംവിധാനങ്ങൾ, സാംസ്കാരിക മുന്നേറ്റങ്ങൾ തുടങ്ങിയ മേഖലകളിലുണ്ടായ മാറ്റങ്ങൾ നാം പരിചയപ്പെട്ടു. രാഷ്ട്രത്തിൻ്റെയും ഭരണ സംവിധാനത്തിൻ്റെയും സവിശേഷതകളും പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് തുടർന്നുള്ള പാഠഭാഗങ്ങളിൽ പരിചയപ്പെടാം എന്നാണ് പറയുന്നത്. ഇത്രയായിരുന്നു ചാപ്റ്റർ. താങ്ക് യു.